മോം ഡാഡ് ആൻഡ് മീ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഫിഷ് മസാല റെസിപ്പിയാണ്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിനായിട്ട് ഒരു ഫിഷ് എടുത്തിട്ട് അതിനെ ഫസ്റ്റ് നമ്മൾ മാരിനേറ്റ് ചെയ്യണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മാരിനേറ്റ് ചെയ്യുന്നത്. മാരിനേറ്റ് ചെയ്ത ഫിഷ് നമ്മൾ ഒരു 4 മണിക്കൂറെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. എന്നാൽ നല്ലപോലെ എരിവും ഉപ്പും പുളിയൊക്കെ പിടിക്കുള്ളൂ. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്കൊരു തവ എടുത്തിട്ട് അതിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് കോക്കനട്ട് ഓയിലിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്യാൻ വെക്കുക. അപ്പോൾ ഫിഷ് എപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിൽ വിട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഉള്ളു വേവാതെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഫിഷ് അവിടെ നിന്ന് ഫ്രൈ ആകുന്ന സമയത്ത് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള മസാല പ്രിപ്പയർ ചെയ്യാം. 20 ചെറിയുള്ളി, ഒരു മീഡിയം സൈസ് സവാള, ഒരു തക്കാളി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതക്കിയത്, 4 പച്ചമുളക്, ഇത്രയും സാധനം നമ്മൾ ഉപയോഗിച്ചത്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയും ചെറിയ ഉള്ളിയും ആദ്യം ഇടുക. എന്നിട്ട് അത് നല്ലപോലെ വഴറ്റുക. അപ്പോൾ ഉള്ളി വഴറ്റുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ 1 ടീസ്പൂൺ ഉപ്പ് കൂടി ഇടണം. ഉള്ളി നല്ലപോലെ വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് നമ്മൾ എടുത്തു വെച്ച പച്ചമുളക് ഇടുക. പച്ചമുളക് നല്ലപോലെ ഇട്ടിട്ട് ഈ ഉള്ളി നല്ല ഗോൾഡൻ കളർ പോലെ ആവണം. അപ്പോഴാണ് നമ്മളെ മസാലക്ക് നല്ല ടേസ്റ്റ്. അപ്പോൾ ഈ ഉള്ളി വഴറ്റുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വെച്ച ഫിഷ് മറന്നു പോകരുത്. അപ്പം ചെറിയ ഫ്ലെയിമിലാണ് വെച്ചതെങ്കിലും നമ്മൾ ഇടയ്ക്ക് അതൊന്ന് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഫിഷ് കരിഞ്ഞു പോകും. 2 സൈഡും ഇട്ട് കൊടുക്കണം. അപ്പോഴേക്കും നമ്മളെ ഉള്ളി ഓൾമോസ്റ്റ് വാടിയിട്ടുണ്ടാകും. അതിലെന്താക്കുക, ചതക്കി വെച്ച വെളുത്തുള്ളി ഇഞ്ചിയും ഇടുക. എന്നിട്ട് നല്ലപോലെ വഴണ്ട് കഴിഞ്ഞ ശേഷം നമുക്ക് പൊടികളിടാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി. അളവുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാമേ. ഇത്രയും സാധനങ്ങളാണ് ഇടേണ്ടത്. മസാലപ്പൊടികളെല്ലാം ഇട്ടതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ മിക്സ് ചെയ്യണം. പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു തക്കാളി ഇടുക. അതിൻ്റെ കൂട്ടത്തിൽ 1 തണ്ട് കറിവേപ്പില കൂടി ഇടുക. രണ്ടും കൂടി ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കിയിട്ട് അതിൻ്റെ ലിഡ് എടുത്തിട്ട് മൂടി വെക്കുക. തക്കാളി എപ്പോഴും അടച്ചു വെച്ച് വേവിക്കുന്നതാണ് നല്ലത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. അടച്ചു വെച്ചാലും മറക്കാതെ ഇടയ്ക്കൊന്ന് മിക്സാക്കി കൊടുക്കണേ. അപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം വെന്ത് കുഴഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കണം. ഞാനിപ്പോൾ ഇവിടെ 1-ാം പാലാണ് ഒഴിച്ചേക്കുന്നത്. ഒരു അരമുറി തേങ്ങ എടുത്തിട്ട് അതിൻ്റെ അകത്തു നിന്നുള്ള പാലാണ് എടുത്തേക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മൾ പൊടിച്ചു വെച്ചേക്കുന്ന ഗരം മസാല ഇടുക. അപ്പോൾ തേങ്ങാപ്പാലിൽ ഗരം മസാല ഇട്ടതിന് ശേഷം ആ ഗ്രേവി 2 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാൻ വെക്കണേ. ഗ്രേവി തിളച്ചിട്ടാകുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത ഫിഷ് ആ മസാലയിലേക്ക് മാറ്റുക. എന്നിട്ട് ആ ഫിഷ് ആ മസാല കിടന്ന് ഒരു 5 മിനിറ്റ്സ് എങ്കിലും വേവണം. ഇവിടെ ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഫിഷ് മസാലയിലേക്ക് മാറ്റുന്നതിൻ്റെയൊക്കെ വീഡിയോ എടുക്കുമ്പോൾ റെക്കോർഡിംഗ് ഓൺ ആയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അതൊക്കെ മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രേവിയിൽ ഒരു ഫിഷ് ഒരു 5 മിനിറ്റ്സ് വേവിക്കാൻ വെക്കുക. അവസാനം കുറച്ച് മല്ലിയില ഇട്ടാൽ നമ്മുടെ കറി റെഡി.